നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലെ നല്ല ഓർമ്മകളിൽ ഒന്നാണ് പൊതിച്ചോറ്. പങ്കുവച്ചാൽ ഭക്ഷണത്തിന് രുചിയും മധുരവും കൂടുമെന്ന് പഠിച്ചത് സ്കൂളിൽ കൊണ്ടുപോയിരുന്ന ആ ഇലപ്പൊതിയിൽ നിന്നാണ്. വാഴയിലയിൽ സ്നേഹവും കരുതലും ചേർത്ത് ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം പൊതിച്ചോറ് കെട്ടിത്തുടങ്ങിയിട്ട് 8 വർഷം പിന്നിടുകയാണ്. കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സ തേടിയവരും കൂട്ടിരിപ്പുകാരും ആ ചോറിന്റെ രുചി അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോർ പദ്ധതിക്ക് കേരളത്തിന്റെ ആകെ പിന്തുണയുണ്ട്. അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. വിശപ്പിന്റെ വിളി മാത്രമാണ്. വീട്ടിൽ വെക്കുന്നതിൽ നിന്ന് 1 or 2 പേർക്ക് അധികം അരിയിടുന്നു. ഹർത്താൽ, പണിമുടക്ക് ദിവസങ്ങളിൽ തെരുവിൽ കഴിയുന്നവരും ഈ പൊതിച്ചോറിന്റെ അവകാശികളാണ്. ആ പൊതിച്ചോറിനെ അനാശാസ്യമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചത്. ഡിവൈഎഫ്ഐയുടെ അടക്കമുള്ള പൊതിച്ചോറിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലമായി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക സംഘടനാ പ്രവർത്തനം അതാണ്. ആ സംരംഭത്തിൻ്റെ പിന്നിലൂടെ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ എത്രമാത്രം ഉണ്ട് എന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഡിവൈഎഫ്ഐക്കാർക്ക് ഇപ്പോൾ ഞാനത് രാവിലെ ഒരു വേദിയിൽ പ്രസംഗിച്ചതിന് ശേഷം കുറേ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ പ്രിയപ്പെട്ട സഖാവ് VS മരിച്ചിട്ടും പൊതിച്ചോർ വിതരണം നിന്നിരുന്നില്ല. ആശുപത്രിയിലേക്ക് ഒരു പൊതിച്ചോർ, അതിനെ പോലും അപമാനിക്കണമെങ്കിൽ എത്രത്തോളം അധപ്പതിച്ചിരിക്കണം അയാളുടെ മനസ്സ്. ആരും സംസാരിക്കാത്ത സ്നേഹത്തിന്റെ കേരളത്തിന്റെ കഥയാണ് ശരിക്കും പൊതിച്ചോർ. നോക്കൂ, ഇന്ന് കാലത്തിന്റെ കാവ്യനീതി നിങ്ങളൊന്ന് നോക്കൂ. ഒരു ഭാഗത്ത് രാഹുലിന്റെ പതനം നമ്മൾ കാണുകയാണ്, മറുഭാഗത്ത് ഈ രാത്രി പോലും രാഹുലിന് പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് പൊതിച്ചോറിലൂടെ ഡിവൈഎഫ്ഐ ഉറപ്പാക്കാൻ അവിടെ കാത്തിരിക്കുകയാണ്.